ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് വന്നിട്ടുള്ളൊരു ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ പലരും, ഞാനും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യത്തിലുള്ള ഒരു കാര്യം. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് എപ്പോഴും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടത് പ്രധാനമായിരുന്നു. എന്താണെന്ന് വിചാരിച്ചാൽ ജപം. അതായത് പലരും ചോദിക്കുന്നുണ്ട് ലാലൂർ ദേവസ്ഥാനത്ത് ജപം അതെങ്ങനെയാണ്, അതുകൊണ്ടുള്ള ഗുണം എന്താണ്. അതായത് പല ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുമോ നടക്കില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ആ ദശാസന്ധികളിൽ വരുന്ന പ്രശ്നങ്ങൾ മുഖേന അത് നടക്കാം, ചിലത് നടക്കാതിരിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. ഇവിടുത്തെ ഒരു ഇപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ലാലൂർ ദേവസ്ഥാനത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ മൂർത്തികളെ ജപിക്കുക, അത്രേ ഉള്ളൂ. അത് സിമ്പിളാണ്. ജപം എന്ന് പറഞ്ഞാൽ വേറൊരു വലിയൊരു ഇതൊന്നല്ല, ഒരുപാട് ശ്ലോകങ്ങളോ മറ്റേ എന്താ പറയുക ലളിത സഹസ്രനാമം പോലെ അങ്ങനെയുള്ള ഒരു ഇതൊന്നല്ല. ആ മൂർത്തികളെ, അതായത് വിഷ്ണുമായും കരിങ്കുട്ടി സ്വാമി കരിനീലിയമ്മയൊക്കെ ലോകത്ത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂർത്തികളാണ്. എല്ലാ അമ്പലങ്ങളിലും ഒരേ മൂർത്തികൾ തന്നെയാണ്. അത് ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെയൊക്കെ ഒരേ മൂർത്തികളാണ്. ആ മൂർത്തികളുടെ അടുത്തെന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ പല ഗുരുവായൂർ പോയ ഗുരുവായൂരപ്പൻ, തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ വന്ന തിരുവമ്പാടി ഉണ്ണിക്കണ്ണൻ. അപ്പോൾ പലയിടത്തും പല രീതികളാണ്. അത് തിരുവമ്പാടി എന്ന് തന്നെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴാണ് തിരുവമ്പാടി കണ്ണനെ കാണാൻ പറ്റുക. അവിടെ ചെന്നിട്ട് വേറൊരു മൂർത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മൂർത്തികൾക്ക് പ്രധാനമുണ്ട്. അതായത് ആ ഇരിക്കുന്ന സ്ഥലത്തിന് തറവാടുകൾക്ക് എന്ന് പറയാം. ഇവിടെയൊക്കെ വിഷ്ണുമായൊക്കെ തറവാടുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത്, മറ്റുള്ള ദേവന്മാരുടെ പോലെയല്ല. പല അതിൻ്റെ പേരെടുത്ത് പറയണില്ലേ, ഇനി അത് നമ്മളൊരു തറവാടിൽ നിന്ന് പേരെടുത്ത് പറയേണ്ടതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തറവാടുകളെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ തറവാടാണെങ്കിൽ കൂടി ഞാൻ തറവാടിലല്ല ഇരുത്തിയിട്ടില്ല, പബ്ലിക്കായിട്ടാണ് ഇരുത്തിയിട്ടുള്ളത്. ലാലൂർ എന്ന ദേശത്ത് തൃശ്ശൂര് വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ പടിഞ്ഞാട്ട് നീങ്ങിയിട്ട് അയ്യന്തോൾ കലക്ട്രേറ്റിൻ്റെ ഒക്കെ അടുത്ത്, അതായത് അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ലാലൂർ എന്നൊരു ദേശമുണ്ട്. ഇന്ന് ആ ലാലൂരിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ 2 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. IM വിജയനെ എന്താണ് പത്മ പുരസ്കാരം രാഷ്ട്രപതിയുടെ നിന്ന് വാങ്ങിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം ലാലൂർ പണിയുന്നുണ്ട്. ഏകദേശം പണിയൊക്കെ പൂർത്തിയായി. ഒരുപാട് കോംപ്ലക്സ് ആണ് കേട്ടോ അത്. പന്ത് കളിക്കാം, ഒരുപാട് കാര്യങ്ങൾക്കുള്ള വലിയൊരു പ്രൊജക്റ്റാണത്. ആ പ്രൊജക്റ്റിൻ്റെ അവിടെ നിന്ന് തൊട്ടാണ്, അതിൻ്റെ മുൻവശത്തുള്ള വഴിയിലാണ് ഈ ലാലൂർ ദേവസ്ഥാനം. അതായത് ലാലൂർ എന്ന ദേശത്തെ ദേവസ്ഥാനമാണ്. അല്ലാണ്ട് എൻ്റെ സംഗതി എൻ്റെ അമ്മ വഴി എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് എൻ്റെ തറവാട്, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ തറവാട്ടിലത്തെ ആൾക്കാർക്ക് മാത്രം അതിൻ്റെ അനുഗ്രഹം കിട്ടുക എന്നുള്ളതല്ല. ലാലൂർ ദേവസ്ഥാനം എന്ന പേരിൽ പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് ചെയ്യുന്ന ഒരു കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കർമ്മങ്ങൾ, അവർക്ക് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ലാലൂർ ദേവസ്ഥാനം. അതാദ്യം മനസ്സിലായ ഇത് തറവാട് അടിസ്ഥാനത്തിലല്ല, ലാലൂരിൻ്റേതായിട്ടുള്ളൊരു ക്ഷേത്രമായിട്ടാണ് ഞാൻ ഇതിനെ എനിക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ എൻ്റെ പബ്ലിക്കായിട്ടല്ല, പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തതിന് തുല്യമായിട്ടാണ് ലാലൂർ ദേവസ്ഥാനം. അപ്പോൾ ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ വിളിക്കണം. അതിന് മറ്റുള്ള മൂർത്തികളെ വിളിച്ച വിഷ്ണുമായ എന്ന് വിളിച്ച വിഷ്ണുമായ ലോകപ്രജ്ഞയുണ്ട്. ഓംകാരത്തിൽ വിഷ്ണുമായയുടെ അംശമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം കിട്ടുക. ഇതെന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ പല ക്ഷേത്രങ്ങളും പോകുമ്പോൾ പല മൂർത്തികളെയും വിളിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടന്നു, അതായത് കാര്യങ്ങൾ ക്ഷിപ്രപ്രസാദി, അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചാത്തൻ്റെ അടുത്തേക്ക് പോകുന്നത്. വിഷ്ണുമായ സ്വാമി, കരിങ്കുട്ടി സ്വാമി, ഒരുപാട് ചാത്തന്മാരുണ്ട്.
ആരും ആ ചാത്തന്മാരുടെ അടുത്തേക്ക് പോകണമെന്ന് ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ചാത്തന്മാരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യം നടന്നാൽ നിങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും അറിയാലോ, നീളം വയ്ക്കും. ചെറിയ വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് അറിയില്ല, ഷോർട്ടായിട്ട് പറയാറിയില്ല. അതും എൻ്റെ അടുത്ത് മുന്നിൽ വന്നിരിക്കുന്നവർ കുറഞ്ഞത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോവുക. ഒന്നുമില്ല അവർ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയും. അതായത് എനിക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ നമസ്കാരം പറഞ്ഞ് പോകാനായിട്ട് വിടാൻ എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കാൻ വന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പുതിയതായിട്ട് കേൾക്കുന്ന വ്യക്തിക്ക് അറിയണമല്ലോ ഇതാണ് ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലാലൂർ ദേവസ്ഥാന മൂർത്തികൾ, നിങ്ങൾ ഒരുപാട് മൂർത്തികളെ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടന്നു, കാര്യം നടക്കാനാണ് മൂർത്തികളുടെ അടുത്ത് വരുന്നത്. കാര്യങ്ങൾ നടന്നു, നിങ്ങൾ ഏത് മൂർത്തിക്ക് കൊടുക്കും? ഇത് ഞാനൊരു ചോദ്യം പണ്ടൊരു വീഡിയോയിൽ ഇട്ടിരുന്നു എന്ന് തോന്നുന്നുണ്ട്. 3 സ്ഥലത്ത് വിഷ്ണുമായാരുടെ അടുത്തേക്ക് പോയി. 3 സ്ഥലത്തു നിന്ന് പോയിട്ട് നിങ്ങൾ കാര്യം നടന്നാൽ നിങ്ങൾ ആർക്ക് കൊടുക്കും? നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾക്കൊരു സ്ഥല കച്ചവടമാണ്. ആ സ്ഥല കച്ചവടം കോടികളുടെ ആവാം, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ആവാം, അല്ലെങ്കിൽ 10,000-ന്റെ ആവാം. ആ കാര്യം നടന്നാൽ നിങ്ങൾ ഭഗവാന് കൊടുക്കണ്ടേ? മൂർത്തികൾ മുഖേനയാണ് നടന്നതെങ്കിൽ നിങ്ങൾക്കത് നടക്കുമായിരിക്കാം, നടക്കാതിരിക്കാമെന്ന് എനിക്കറിയില്ല. മൂർത്തികൾ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് കൊടുക്കണം. അത് ഏത് മൂർത്തിക്ക് കൊടുക്കും? അവിടെയാണ് ആ ദേവസ്ഥാനം എവിടെയാണ് മൂർത്തികൾ, ആ മൂർത്തികളുടെ പേര് പറഞ്ഞ് നമ്മൾ ജപിക്കേണ്ടതായിട്ടുള്ള കാര്യം. അതാണ് 10 സ്ഥലത്തേക്ക് ഞാൻ പറയും. ഇന്നലെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഫാമിലി എവിടെയോ വന്ന് ഏതൊരു അമ്പലത്തിൻ്റെ അടുത്ത് റൂം എടുത്ത് താമസിക്കണം, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ വഴിക്ക് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരണ്ട. അതായത് നിങ്ങൾ അവിടെ അതും വിഷ്ണുമായ തന്നെയാണ്, ഇവിടെയും വിഷ്ണുമായ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല സ്വാമീനെ കാണാൻ ലൊക്കേഷനൊക്കെ തരാൻ പറഞ്ഞ് പോയിട്ട് വന്നിട്ടൊന്നുമില്ല. ഇന്നലെ വരികയാണെങ്കിൽ ഞാൻ പെട്ടേനെ. അവർ ഇവിടെ എനിക്കൊരാൾ ഉണ്ടായിരുന്നു, ഒരു ഫാമിലി ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് വേറെ ഒരാളും കൂടി വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇവർ 4 മണി നേരത്താണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നാൽ പൂജയ്ക്ക് കയറുന്ന സമയത്ത് വന്നാൽ നോക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള കാര്യം കൂടി. അത് ഇതെന്താ ഇപ്പോൾ ഇവിടെ പറയണമെന്ന് വെച്ചാൽ, വരുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. 4 മണി 3 മണിക്ക് ശേഷം കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതായത് എനിക്ക് പൂജയ്ക്ക് കയറണം, അതിന് മുൻപ് മാല കെട്ടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ കാണാൻ, സ്വാമീനെ എപ്പോഴാണെങ്കിലും വന്നത് തൊഴുതിട്ട് പോകാം, അതിനൊന്നും വിരോധമില്ല. എന്നെ കാണണം എന്ന് വിചാരിച്ചാൽ വിഷമമാണ്. ഒരു 3 മണി 2 മണിക്ക് 3 മണിക്ക് ശേഷം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മൂർത്തികളെ ഒരു മൂർത്തി തന്നെ പ്രാർത്ഥിക്കുക, ആ മൂർത്തിനെ. അപ്പം ലാലൂർ അപ്പോഴും ഇനി കാര്യത്തിലേക്ക് അപ്പോഴും കടന്നില്ല. അപ്പം ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയുന്ന രീതികൾ ഇനിയാണ് പറയുന്നത്. 7 മിനിറ്റായിട്ടാണ്. അപ്പോൾ 7 മിനിറ്റ് ആകുമ്പോഴേക്കും കേൾക്കേണ്ട ആൾക്കാരൊക്കെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അവർ പോയിട്ടുണ്ടാവും. അതാണ് മുഴുവൻ കേൾക്കാതിരിക്കുന്ന പറഞ്ഞുകൊണ്ട്. കേൾക്കുന്നവർ കേൾക്കട്ടെ. അപ്പോൾ 8 മിനിറ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ലാലൂർ ദേവസ്ഥാന മൂർത്തികളെ പ്രാർത്ഥിച്ച് നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ലാലൂർ ദേവസ്ഥാനത്ത് വന്നു എന്ന് സാങ്കല്പിക്കുക. അതായത് നിങ്ങൾ ദുബായിലായിരിക്കാം, ഗൾഫിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, കോഴിക്കോടായിരിക്കാം, കണ്ണൂരായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, തമിഴ്നാടായിരിക്കാം, ആന്ധ്രയായിരിക്കാം. എവിടെയാണ് എന്നുള്ളതല്ല പ്രസക്തി. അതാണ് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അതൊരു ക്ഷേത്രത്തിലുമില്ല. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായ, അതായത് ലോകത്തിൽ ലാലൂർ ദേവസ്ഥാനം പോലെ ഒരു സ്ഥലത്തുമില്ല. അത് എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് പറയാൻ പറ്റില്ല. അതായത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം ലോകത്ത് എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുണ്ടോ, ഇതൊക്കെ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ എന്ത് വേണം? നമ്മുടെ സാന്നിധ്യം അവിടെ വേണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മൾ അമ്പലത്തിലേക്ക് പോയി അവിടെ നിന്ന് തൊഴുമ്പോഴാണ് അവിടുത്തെ ആ മനസ്സിൽ വിചാരിക്കുമ്പോൾ വരുന്നില്ല എന്നല്ല ഞാൻ പറയണത്. എല്ലാ ക്ഷേത്രങ്ങളും അവിടേക്ക് വരാനായിട്ടും അതുപോലെ തന്നെ അവര് അവിടേക്ക് എത്തി അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ക്ഷേത്ര ദർശനം എന്നുള്ള ഒരു ഇത് കിട്ടുള്ളൂ. ലാലൂർ ദേവസ്ഥാനത്ത് മാത്രമാണ് നിങ്ങൾ ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന രീതിയിലാണ് ഇവിടുത്തെ മൂർത്തികളെ ഞാൻ കുടിയിരുത്തി ആരാധിച്ചു പോരുന്നത്. ഞാൻ പറയണത് മനസ്സിലായോ? മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മാത്രം ശുദ്ധി നോക്കിയാൽ മതി. ഇവിടെ അതല്ല. അതായത് നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ നിന്നാണ് മൂർത്തികൾ കാര്യം നടത്തണേ. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടുത്തെ മൂർത്തികളെ ബീച്ചിൽ വിളിച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ യാതൊരു കാരണവശാലും പോത്തിറച്ചി, കാളിറച്ചി, പശുയിറച്ചി അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഇറച്ചികളൊന്നും കഴിക്കാതിരിക്കുക. ആട്ടിറച്ചി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആട്ടിറച്ചി കഴിക്കുന്നവരുണ്ടാവും, കോഴിയിറച്ചി കഴിക്കേണ്ടത് അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പോത്തിറച്ചിയും കാളിറച്ചിയും നിർബന്ധമാണ്.
പിന്നെ പശു നമ്മളെ അമ്മയൊക്കെ ആയിട്ടെന്ന് കാണുന്ന പലരും അതിനെ വേറെ എന്തൊക്കെ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഞാൻ നോക്കാറില്ല. നമ്മൾ കഴിക്കാതിരുന്ന പിന്നെ മൊത്തം ഈ നോൺ വെജ് കഴിക്കുമ്പോൾ അവരവരുടെ ശരീരത്തിൽ അഴുക്കുകൾ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ മാത്രമല്ല, ലോകത്തിൽ ലാലൂർ ദേവസ്ഥാനത്ത് മാത്രമാണ് മൂർത്തികൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ അരികിൽ വന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരേ ഒരു സ്ഥലം അത് ലാലൂർ ദേവസ്ഥാനം മാത്രമാണ്. അതുകൊണ്ടാണ് പറയണത് ഇവിടെ മാത്രമുള്ളൂ. അത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. മറ്റുള്ള ഏത് ക്ഷേത്രങ്ങളും ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ, ഞാൻ വിളിച്ചോളൂ, വന്നോളൂ, വന്ന് കണ്ട് കാര്യങ്ങൾ സ്വാമിയോട് പറഞ്ഞോളൂ എന്ന് പറയും. ഇവിടെ അതല്ല, നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ കൂടെ നിന്നാണ് കാര്യങ്ങൾ നടത്തുന്നത്. അത് ഈ ലോകത്ത് ലാലൂർ ദേവസ്ഥാനത്ത് മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കാര്യത്തിൽ എനിക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാം, ഈ ഒരു രീതി ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടായിരിക്കില്ല. അതായത് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം സാങ്കല്പിക്കുക, ലാലൂർ ദേവസ്ഥാനത്ത് വന്നു, ആദ്യം കരിങ്കുട്ടി സ്വാമീനെയാണ് പ്രധാനമൂർത്തി. അപ്പോൾ കരിങ്കുട്ടി സ്വാമിയുടെ അടുത്ത് ചെന്നു, പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണം. അപ്പോൾ അവിടെ ഒരു നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ തിരുനടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാണിക്ക സമർപ്പിക്കും സ്വാമിക്കായിട്ട്. അതുപോലെ ഒരു രൂപം നമ്മൾ മനസ്സിൽ കാണണം. അത് 1 രൂപയായാലും കുഴപ്പമില്ല, 101 രൂപയായാലും കുഴപ്പമില്ല, 501 ആയാലും കുഴപ്പമില്ല, അതൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാൻ 10,000 എന്ന് പറഞ്ഞിട്ട് 10,000 വേണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അടുത്ത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മനസ്സിലൊരു രൂപ, ഒരു കാണിക്ക മനസ്സിൽ കരുതുക. പറഞ്ഞ് മനസ്സിലായ? അതായത് 101 രൂപ എന്ന് കണക്കാക്കാം. 101 രൂപ മനസ്സിൽ കണക്കാക്കി, സ്വാമി എൻ്റെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അത് കൃത്യമായിട്ട് പറയാം. കൃത്യമായിട്ടെന്ന് പറഞ്ഞത് എന്താണ്, A to Z കാര്യങ്ങൾ പറയണം. അല്ലാണ്ട് എന്നെ കാത്തുരക്ഷിക്കണേ, സ്വാമി കാത്തുരക്ഷിക്കും. എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന കാര്യങ്ങളാണ്, എനിക്ക് ഇന്ന ആവശ്യത്തിന് ഇന്ന ആൾ എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്, ആ പൈസ കിട്ടിയാലാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് നടന്ന സ്വാമിക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്ന സമർപ്പിക്കാം. എൻ്റെ സ്ഥല കച്ചവടം, എൻ്റെ വീട് ഇത്ര രൂപയ്ക്കാണ് ഞാൻ വിൽക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് വരുന്ന തുകയ്ക്ക് വിറ്റ് പോവുകയാണെങ്കിൽ ഞാൻ സ്വാമിക്ക് അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. എൻ്റെ കാര്യങ്ങൾ വിറ്റ് പോകണം. ഇന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പോയിട്ട് വരുന്നു എന്നുള്ള കച്ചവടം നടക്കുന്നില്ലേ. അങ്ങനെ വരുമ്പോഴാണല്ലോ സ്വാമിയുടെ അടുത്തേക്ക് വരുന്നത്. കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വാമി ഇതെനിക്ക് നടത്തി തരണം, അത് വ്യക്തമായിട്ട് തന്നെ പറയണം. ഇത്ര രൂപയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്, ആ അത്ര രൂപയ്ക്ക് എനിക്ക് വിറ്റ് തരണം. അല്ലാണ്ട് സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു നിങ്ങൾ 2 ലക്ഷം രൂപയുടെ സാധനം 50,000 രൂപയ്ക്ക് കൊടുത്തിട്ട് സ്വാമിക്ക് അതിന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും മനസ്സിലാക്കാം. ഞാൻ 2 ലക്ഷം രൂപയാണ് ആ സ്ഥലത്തിന് കാണുന്നത്. ആ 2 ലക്ഷം രൂപയ്ക്ക് അതിനേക്കാളും കൂടുതൽ വിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ആ വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ് കിട്ടുന്നതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ ഒരു 10% സ്വാമിക്ക് ഞാൻ ഇവിടെ എത്തിക്കാം. അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം നടക്കാനുണ്ട്, ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ മകൻ്റെ കല്യാണം വന്നു പോകുന്നുണ്ട്, നടക്കണില്ല. അത് നടക്കുകയാണെങ്കിൽ അത് കിട്ടുന്നതിൻ്റെ ഒരു 10% ഞാനിവിടെ എത്തിക്കാം. മനസ്സിലായ? അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് സ്വാമിയുടെ അടുത്ത് പറയാം. അത് കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത്, കരിങ്കുട്ടി സ്വാമിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. ഇവിടെ ഈ പറയുന്നതൊക്കെ കേൾക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന വിഷ്ണുമായ സ്വാമിയാണ്. വിഷ്ണുമായ സ്വാമിയുടെ അടുത്താണ് കാര്യങ്ങൾ എഴുതിയെടുക്കുക. നിങ്ങൾ പറയണതൊക്കെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അത് അമ്മയുടെ അടുത്ത് കൊടുക്കും. അമ്മ അത് ചേട്ടൻ്റെ അടുത്ത് നിന്ന് കൊടുത്തിട്ടൊന്ന് ശരിയാക്കി കൊടുക്കട്ടെ. അവർ കുറേ നാളായി ഇവർ കരയണു, അവരെ കാര്യങ്ങളിപ്പോൾ നടക്കണില്ല ഒന്നും. അപ്പോൾ ഇവരെ അവസാനം അത്താനായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ ചേട്ടൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒന്ന് പറഞ്ഞത് നടത്തി കൊടുക്കട്ടാ എന്ന് പറയും. അത് അപ്പം പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വിഷ്ണുമായ സ്വാമീനെ മനസ്സിൽ സാങ്കല്പിക്കുക. ലാലൂർ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി എന്നെ സാങ്കല്പിക്കുക. ആ സ്വാമിയെ എൻ്റെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളും കൂടി ശരിയാക്കി തരണം, നിങ്ങളല്ലാണ്ട് എനിക്ക് വേറൊരു നൂറില്ല. അപ്പോൾ അവിടെയും ഒരു സ്വാമിക്ക് ഒരു 101 രൂപ, ഉദാഹരണം പറയണം, അത് വെച്ചിട്ട് 101 രൂപ ചോദിച്ചു. 101 രൂപയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വരരുത് കേട്ടോ. ഇത് ഇടണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല, അതും പറഞ്ഞുതരാം ആദ്യം തന്നെ. ഞാൻ എല്ലാവരുടെ അടുത്ത് പറയും, കാണിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കൊടുക്കുന്നതാണ്, അല്ലാണ്ട് നിർബന്ധിച്ച് വാങ്ങിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഇല്ലെങ്കിൽ സ്വാമിയുടെ കാര്യങ്ങൾ അവിടെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ സാങ്കല്പിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത്, അമ്മേ ഞാൻ മക്കളുടെ 2 പേരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ സ്വാമി തരുന്ന കാര്യങ്ങളൊന്ന് അമ്മ ചെന്നൊന്ന് മോൻ്റെ ചെവിട്ടിലൊന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറയുക എൻ്റെ കാര്യം, എൻ്റെ പേരും നാളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയുക, ഇന്ന ആളാണ് ഞാൻ. എൻ്റെ ഉദാഹരണം ഞാൻ എന്നെ പറയാറ്, ഞാൻ തൃശ്ശൂർ രമേഷ്, തെക്കേടത്തെ വീട്ടിൽ രമേഷ്, രേവതി നക്ഷപുരം, 54 വയസ്സ് ആയ ഞാൻ സ്വാമിയുടെ അടുത്ത് പറയണം, അമ്മയുടെ അടുത്ത് പറയണം, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിവർത്തിച്ച് തരാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഇത് സാങ്കല്പിച്ചു. അപ്പോൾ 3 പേരായിട്ടാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രധാന ഒരാളുണ്ട്,
എന്ത് കാര്യങ്ങൾ നടന്നാലും അതിന്റെ തടസ്സങ്ങൾ മാറ്റുന്ന ഒരാളുണ്ട്. ആരാണ്? വിഘ്നേശ്വരൻ, വിഘ്നങ്ങളകറ്റുന്നവൻ ഗണപതി ഭഗവാൻ. അദ്ദേഹം വിഷ്ണുമായുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുക, അദ്ദേഹത്തിനോട് പറയാം, ഞാനൊരു മോദകം, എന്തായാലും ഇന്നലെ ഞാനൊരു മോദകം സ്വാമിക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ മോദകം എന്ന് ഉദാഹരണം പറഞ്ഞതാട്ടാ. ഞാനത് ഇടയ്ക്ക് സ്വാമിയുടെ അടുത്ത് പറയണ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ 2 ദിവസം മുൻപ് എനിക്കൊരു ചെറിയൊരു കാര്യം നടക്കില്ല എന്നിങ്ങനെ മുട്ടിന് വന്ന് നിൽക്കാം. ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നടക്കാണ്ട് 2-3 ദിവസമായിട്ട് ഇങ്ങനെ തട്ടി കളിക്കുക. അപ്പം ഞാൻ ചെന്ന് സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, സ്വാമിയെ ഞാൻ ഇന്നൊരു ഒരു മോദകം ഞാൻ സ്വാമിക്കായിട്ട് എൻ്റെ ഈ ഒരു കാര്യത്തിനായിട്ട് എൻ്റെ കാര്യം നടത്തി തരണം. ആള് മോദകമൊക്കെ വെച്ച് പൂജ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ആളത് നടത്തി തന്നു. അതാണ് ഗണപതി ഭഗവാന്റെ ഒരു. ഇവിടെ ഇരിക്കുന്ന മൂർത്തികളൊക്കെ ക്ഷിപ്രപ്രസാദികളെ ചോദിക്കുമ്പോഴേക്കും തരും. അയ്യോ, അതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇടുന്നതല്ലേ. ഞാൻ അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടിയെന്ന് ഞാൻ പറയണല്ലോ. ഓരോരുത്തരിടുന്ന സ്റ്റേറ്റ്മെന്റിനാണല്ലോ പ്രാധാന്യം. അല്ലാണ്ട് ഞാൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, അത് ഇന്നേ വരെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇടാറുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ നടക്കുന്നത് അവർ സ്റ്റേറ്റ്മെന്റ് തരും. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇടാറില്ല എന്ന് പറഞ്ഞാൽ നിത്യം സ്റ്റേറ്റ്മെന്റ്. ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ടീച്ചറായിട്ട് എന്തൊരു ജോലി കിട്ടിയെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇടാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക്, അതായത് ഇവിടെ കാര്യം നടന്ന പ്രധാന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂട്യൂബിലിടുക. അത് ചാത്തൻ്റെ അടയ്ക്കാന്ന് പറയുമ്പോൾ ആർക്കും യൂട്യൂബിലിടാൻ പേടിയാണ്. ഇനി നാട്ടുകാരറിഞ്ഞാൽ ആ ചാത്തൻ്റെ അടയ്ക്ക് പോയിട്ട് കാര്യം നടന്നതെന്ന്. അപ്പോൾ അവർ ഇടാറില്ല. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് സ്റ്റേറ്റ്മെന്റ് തരിക, ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങളുടെ പേരിലിടും. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ തരിക. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളെ മൂർത്തികളുടെ ഏറ്റവും വലിയൊരു. ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ലാലൂർ ദേവസ്ഥാനത്തിന് ഇത്രയ്ക്കും വലുതാക്കിയത്, ഇത്രയും ഷോർട്ട്ലി വലുതാക്കിയത്. അപ്പോൾ ഗണപതി ഭവന്റെ അടുത്തും കാര്യം പറഞ്ഞു. അവിടെ ഒരു 101 രൂപ സങ്കല്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ അപ്പുറത്ത് ഒരു അച്ഛൻ ഇരിക്കുന്നുണ്ട്, മുത്തപ്പൻ അച്ഛൻ്റെ അടുത്തും പറയാം. ആളാണല്ലോ ഇതിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ, ഇവരുടെയൊക്കെ ഏറ്റവും മുകളിൽ. ആളെടുത്ത് പറയാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെയും ഒരു 101 രൂപ സാങ്കല്പിക്കുക. അപ്പം നമ്മളൊരു സാങ്കല്പിക്കാനാണ് എൻ്റെ പറയണേ. 10,001 അല്ലെങ്കിൽ 1,001 നിങ്ങൾ ഇടണോണ്ട് വേണ്ടെന്നല്ല ഞാൻ പറയണേ. അപ്പോൾ ഒരു 101 രൂപ സാങ്കല്പിച്ച അവർ ഒരു 501 രൂപ ഇത് മാറ്റി വയ്ക്കുക. ഇത് മാറ്റി വെച്ചിട്ടാണ് ഇനിയാണ് പ്രധാന ഘട്ടം. ആദ്യം എല്ലാ ജപങ്ങളും എന്ത് കാര്യങ്ങൾ ജപിക്കുമ്പോഴും മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഛന്ദസ് ചൊല്ലണം. ഇപ്പോൾ ഗായത്രി മന്ത്രമാണെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കാന്ന് വിചാരിക്കുക. അതായത് അതൊക്കെ ഒരു മന്ത്രങ്ങളാണ്. അതൊക്കെ ജപിക്കുമ്പോൾ അതിന് വിശ്വമിത്ര ഋഷി ശിരസിൽ ഛന്ദസ് ചൊല്ലുക എന്ന് പറയുന്നത് വിശ്വമിത്ര ഋഷി. പിന്നെ മൂക്കിനും ചുണ്ടിനും ഇടയിൽ അശ്വതി ആവരുത്, ചുണ്ടുമ തൊട്ട അശ്വതിയാവും. ഗായത്രി ചന്ത സവിതാ ദേവത. അത് കഴിഞ്ഞിട്ടാണ് ഓം ബ്രൂസോദീമ പ്രചോദയ എന്ന് പറഞ്ഞിട്ടുള്ള ഗായത്രി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴും ഇതന്നെ വേണം. വിശ്വമിത്ര ഋഷി, ഗായത്രി ചന്ത, സവിതാ ദേവത എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിന് ഫലസ്ഥിതിയുള്ളൂ. മനസ്സിലായ? ഇവിടെ ഇത് മലയോര ക്രമത്തിലാണ്, അറിയാലോ. ഇത് ശാസ്താക്കളാണ്. ശാസ്താക്കൾക്ക് ഛന്ദസ്സൊക്കെ ഉണ്ടെന്ന് പറയണു. ലാലൂർ ദേവസ്ഥാന മൂർത്തികൾക്ക് ഛന്ദസ്സില്ല. അതിനു വേണ്ടി ഒരു കാര്യമുണ്ട്. ജപിക്കുന്നതിനേക്കാളും മുൻപ് ഓം നമഃശിവായ നമഃ, ഓം നമഃശിവായ നമഃ, ഓം നമഃശിവായ നമഃ. എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തരണേ, ഞാൻ ജപിക്കുന്ന എൻ്റെ ജപത്തിനെല്ലാം പൂർണ്ണത തരണേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഓം നമ നാരായണായ നമ, ഓം നമോ നാരായണായ നമ, ഓം നമോ നാരായണായ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്കാണ് കേട്ടോ ഗുരുവായൂരപ്പ എന്ന് പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ അത് സ്വാമി എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ചൊല്ലാൻ പോകുന്ന ജപത്തിന് പൂർണ്ണത തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങാൻ. മനസ്സിലായ? അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഇരിക്കേണ്ടത്. അപ്പൊ പറയും 1008 തവണ ജപിക്കാൻ പറയുമ്പോഴേക്കും 1008 ജപിക്കണോ? 101 ജപിച്ചാൽ മതിയോ സ്വാമി? 1008 എല്ലാവരും കൂടി ജപിച്ചാൽ മതിയോ? അതോ ഞാൻ ഒരുമിച്ച് ജപിക്കണോ? അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. 1008 ജപിക്കാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളൊരു 400 തവണ ജപിക്കുമ്പോഴാണ് സ്വാമി നമ്മളെ കേൾക്കുള്ളൂ, ഉണരുള്ളൂ എന്നാണ് പറയാനായി.
ഏത് മന്ത്രം 400 തവണ ജപിക്കുമ്പോഴാണ് ജപിക്കുന്ന മൂർത്തി ഉണരുള്ളൂ. ഉണർന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല. 800 തവണ ആ ജപം മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ, അതായത് ഇവിടുത്തെ ജപം എന്താണ്? ആദ്യത്തെ നമ്മൾ മൂർത്തിയുടെ ജപം, പ്രധാന മൂർത്തി കരിങ്കുട്ടി സ്വാമിയാണ്. ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടി ചാത്തായ നമഃ. ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടി ചാത്തായ നമഃ. ആദ്യം നമശിവായ നമോ നാരായണ 3 തവണ ജപിക്കുക. അത് കഴിഞ്ഞിട്ട് ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടി ചാത്തായ നമഃ. ഇങ്ങനെ 1008 തവണ, അതായത് 800 തവണ ജപിച്ച് കഴിയുമ്പോഴാണ് ഇവൻ എന്താണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവൻ എന്താ എന്നെ കുറെ നേരമല്ലോ, എന്താണ് ഇവൻ പറയണേ, എന്താണ് ഇവന്റെ ആവശ്യം എന്ന് ചെവിട് ഓർക്കുള്ളൂ. ആദ്യം 400 തവണയില് നിങ്ങൾ നോക്കും, ഇതാരാണ് വന്നിരിക്കണേന്ന് നോക്കും, ഉണർന്നിട്ട് നോക്കും ഇവൻ ആരാണ് നോക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് ചെവിട് ഓർക്കണമെങ്കിൽ 800 തവണ ജപിക്കണം. അതാണ് ഈ 1008 തവണ ജപിക്കാൻ പറയണതിന്റെ കാര്യം. ഈ 108 തവണ 800 തവണ അപ്പൊ ചെവിട് ഓർക്കാൻ തുടങ്ങുമ്പോഴേക്കും ആള് നോക്കി നമ്മൾ ദൃഷ്ടിയിലേക്ക് വരാം. അപ്പോഴേക്കും കാര്യം പറയരുത്. അതാണ് 1008 തവണ. 1008 തവണ ജപിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം സ്വാമിയോട് പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മൂർത്തി വിഷ്ണുമായ സ്വാമിയാണ്. ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം വിഷ്ണുമായേ നമഃ. ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം വിഷ്ണുമായേ നമഃ. അത് ജപിക്കുക 1008 തവണ തന്നെ. എന്നിട്ടും സ്വാമിയുടെ അടുത്ത് കാര്യം ഇന്ന ആവശ്യം എനിക്ക് നടത്തി തരണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം കരിനീലിയമ്മേ നമഃ. ഓം ശ്രീം ലാലൂര് ദേവസ്ഥാനം കരിനീലിയമ്മേ നമഃ. അതും ഒരു 1008 തവണ ജപിക്കുക. ജപിച്ചു കഴിഞ്ഞിട്ട് അമ്മോട് പറയാം, അമ്മേ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം, ആത്മഹത്യ പരുവത്തിലാണ് ഞാൻ നിൽക്കണേ. ജപിക്കുക. ഇതും ജപിച്ചു കഴിഞ്ഞാൽ 3008 ആവാട്ടാ, 5008 ആവാം, 10000 ആവാം, എത്ര ലക്ഷത്തി ആവാം. അതും നിങ്ങളുടെ ചൈതന്യം വർദ്ധിപ്പിക്കും. മനസ്സിലായ? ഇതങ്ങോട്ട് ജപിച്ചു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ ഛന്ദസ് ചൊല്ലണതിന് പകരം ഓം നമോ നാരായണായ നമഃ എന്നുള്ളത് 108 തവണ ജപിക്കണം. അത് കഴിഞ്ഞിട്ട് 108 തവണ ഓം നമ ശിവായും ജപിച്ച് നമസ്കരിച്ച് എല്ലാ മൂർത്തികളെയും നമസ്കരിച്ചിട്ട് വേണം എഴുന്നേൽക്കാൻ. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, ഈ ജപിക്കാൻ ഇരിക്കുന്നതിനേക്കാൾ മുൻപ് വെറും തറയിൽ ഭൂമിയിൽ ഇരിക്കാതിരിക്കുക. ഭൂമിയുടെ എർത്ത് നമ്മളെ നെഗറ്റീവ് എനർജി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മുഴുവൻ പറയാൻ നിൽക്കുന്നില്ല. വീഡിയോ ഇപ്പോൾ തന്നെ 19 മിനിറ്റായി. ഇപ്പോൾ തന്നെ പലരും മടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ ഭൂമിയിലിരിക്കുന്നതിനേക്കാളും മുൻപ് നമ്മളൊരു പുൽപ്പായ, സാധാരണ തഴപ്പായ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. കണ്ടിട്ടില്ലേ നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു മാറ്റൊക്കെ? ഞാനുണ്ട്, ഇവിടെ ഒരെണ്ണം എടുക്കുന്നുണ്ട്, കസേരയൊക്കെ എടുക്കുന്നുണ്ട്, കണ്ട. അതുപോലത്തെ ഒരു മാറ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം ജപിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ജപിക്കുന്നത് ഇതിലേ വന്ന് അപ്പുറത്തോടെ പോകും. കണ്ടിട്ടില്ല ഞാൻ നെഗറ്റീവിനെ കുറിച്ചൊക്കെ സ്കൂളിലൊക്കെ പറയണ പോലെ ഇവിടുന്ന് വന്ന് അതിലേ പോകും. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ഉപകരണം, മാറ്റ് അല്ലെങ്കിൽ ഒരു തുണി അല്ലെങ്കിൽ ഒരു കമ്പിളി അല്ലെങ്കിൽ ഒരു ഞങ്ങളൊക്കെ അറിയാലോ, ആവണിപ്പലകയാണ്. എല്ലാവരുടെ ആവണിപ്പലകയൊന്നും പറയില്ല. 500 രൂപ കൊടുത്താലൊക്കെ കിട്ടും തോന്നുന്നു. അതിനൊക്കെ അതിൻ്റെ ഒരു ശാസ്ത്രമൊക്കെ ഉണ്ട്. അത് പ്രകാരമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയൊക്കെ ജപിച്ചാൽ അതിനുള്ളതുണ്ട്. ഇതൊക്കെ ജപിക്കുന്നവർക്ക് 101% ഫലപ്രാപ്തിയാണ് ലാലൂര് ദേവസ്ഥാന മൂർത്തികളെ വിളിച്ചാൽ. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇതുവരെയുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. അതായത് ഇന്ന് വരെ ഇതുപോലെ കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ, അല്ലാണ്ട് ലാലൂര് ദേവസ്ഥാനത്ത് ഒരാളിരിക്കുന്നുണ്ട് ശാന്തിക്കാരൻ, പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വിളിക്കുക. ശാന്തിക്കാരൻ ഇരിക്കുന്നുണ്ട്, പോറ്റിന്ന് വിളിക്കും, തിരുമേനിന്ന് വിളിക്കും, പല രീതിയിലും വിളിക്കും. ചിലവരും കേൾക്കണം ഇപ്പോൾ സാറെന്നൊക്കെ വിളിക്കണം കേൾക്കാം. ഞാൻ അവരോട് പറയും, സാറെന്നൊന്നും വിളിക്കല്ലേ, ഞാൻ സാറല്ല. നിങ്ങളൊരു ഗുരുനാഥാന്ന് വിളിച്ചാലും, ഗുരു എന്ന് പറയാൻ നമ്മളൊരു കാര്യം പറഞ്ഞു തരുന്ന ആളെ ഗുരുനാഥാന്ന് വിളിച്ചാലും കുഴപ്പമില്ല. സാറെന്നൊക്കെ വിളിക്കേണ്ട കാലം കഴിഞ്ഞു. അതൊക്കെ വേറെ, ഇവിടെ മുതലാളി തൊഴിലാളി ബന്ധമൊന്നുമില്ല. ഞാൻ സ്വാമിയുടെ ഒരു നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം, സ്വാമിയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞു തരാതിരിക്കുന്ന ഒരു ഗുരുനാഥ് അവിടെ നിന്നുള്ളൊരു ട്രാൻസ്ലേറ്ററാണ്, അല്ലെങ്കിൽ അവരൊരു ഇടയിൽ നിൽക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോളൂ. അത്രേ ഉള്ളൂ. മനസ്സിലായ? അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ജപിച്ച് അതിൻ്റേതായ രീതിയിൽ ജപിച്ചവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ ശരികൾ എന്താണെന്നുണ്ടെങ്കിൽ അത് തിരുത്തി കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, വാട്സാപ്പിൽ ഇട്ടോളൂ, ഞാൻ അതിന് മറുപടി പറയാം. മനസ്സിലായി? ഇതാണ് ജപിക്കേണ്ടത്. ഇത് എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഞാൻ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു ജപം എല്ലാവരും ദിവസം കരി കൂട്ടി അത് 101 എന്നാലും ചോദിക്കും ഒരാൾക്കാർ, ഞാൻ 101 എത്ര 501 ഇടണോ? ഇനിയിപ്പോൾ ഈ ഒഴിഞ്ഞ് നമ്മൾ മനസ്സിൽ കരുതിയ രൂപ ഇടണം എന്നുണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിടുക 501 രൂപ അല്ലെങ്കിൽ 101 രൂപ അല്ലെങ്കിൽ 1001 രൂപ എത്രയാണെങ്കിൽ ഇവിടേക്ക് നമ്മൾ മനസ്സിൽ കരുതിയ തുക അവിടെ കൊണ്ടിടുക. ഇങ്ങോട്ട് തരണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നല്ല ഇപ്പം ഇത് പറഞ്ഞത്, അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് ജപം, ലാലൂർ ദേവസ്ഥാനത്തെ ജപം. ഇത് കാലങ്ങളായിട്ട് എന്നോട് പലരും ചോദിക്കണം, എനിക്ക് ഇന്നാണിത് സ്വാമി എന്നോട് ഇന്നാണ് പറഞ്ഞത്, നീ അതൊന്ന് ചെയ്തു കൊടുത്താൽ അവർക്ക് എങ്ങനെയാണെന്നുള്ളത് ഇന്നാണ്. അതായത് ഒരുപാട് പേര് ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്ന കാര്യം ഇത്രയും പല വീഡിയോ ചെയ്തിട്ട് ഇന്നാണ് എനിക്കത് തോന്നിയത്. ഓക്കെ, എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.